ലാസ്റ്റ് ടൈം ഞാനും സച്ചും കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ഒരു നഴ്സറി ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്ന് പുറത്തു പോയാലോ, പറ്റുമെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് ഞാൻ സച്ചുവിനോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ തൂക്കി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സച്ചു എന്നോട് ഇങ്ങനെ ചോദിക്കുക, നിനക്ക് അതിന് ഇവിടെ നഴ്സറി വല്ലതും അറിയാമോ എന്നൊക്കെ. എവിടെ, പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ നമ്മളോടാണോ കളി? ഒറ്റ തവണ കണ്ടാൽ മതി. പ്രത്യേകിച്ച് നഴ്സറി ഒന്നും ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പലപ്പോഴും എനിക്ക് വഴിതെറ്റി പോവാറുണ്ട്. അങ്ങനെയുള്ള ഞാനാണ് ഒറ്റത്തവണ കണ്ട് മാത്രം പരിചയമുള്ള നഴ്സറിയിൽ കറക്റ്റായിട്ട് വഴി തെറ്റാതെ കൊണ്ട് നിർത്തിയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇടവഴികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സച്ചിനോട് പറഞ്ഞു, ചുമ്മാ നമുക്ക് ആ റൂട്ടൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ സെയിം വൈബ് ആയതുകൊണ്ട് സച്ച് നേരെ വണ്ടി തിരിച്ചു. ഇത് പക്കാ ലോക്കലായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒന്നും ആരും വരേണ്ട ആവശ്യമില്ല. അവിടുത്തെ ആ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആൾക്കാർ മാത്രമേ വരേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടേക്ക് നോക്കി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ വഴി തീർന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അങ്ങനെ നഴ്സറിയിൽ എത്തിയപ്പോൾ ഇവിടെ ആദ്യം ഞാൻ വാങ്ങിച്ചത് ഇവിടുത്തെ വളരെ കോമൺ ആയിട്ടുള്ളൊരു പൂച്ചെടിയാണിത്. ഇവിടെ എല്ലായിടത്തും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സർവൈവ് ചെയ്യും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. അതിൻ്റെ ഒരു 3 ചട്ടി അങ്ങോട്ട് എടുത്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാം ട്രീ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ നമ്മുടെ പാം പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. വീട്ടിലിതിൻ്റെ കുറേ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം ആണല്ലോ ലക്കി ബാമ്പു. അത് വിട്ട് എനിക്ക് കളിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് എന്തായാലും എനിക്ക് അതിൻ്റെ തണ്ടും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. സോ ഞാൻ ലക്കി ബാമ്പു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നടാനുള്ള കുറച്ച് ചെടിച്ചട്ടികളും കാര്യങ്ങളും വാങ്ങിച്ചു. നടാനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ക്വാർട്ടേഴ്സിൻ്റെ താഴെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്യാനുള്ള പാത്രം ഞാൻ ആ ഒരു നഴ്സറിയിൽ നിന്ന് തന്നെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്ലാന്റ്സ് ഉണ്ടായതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓട്ടോയിലും സച്ച് 2 വീലറിലാണ് വന്നത്. ഇനി പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നടാട്ടോ.